ഗുരുക്കന്മാർക്ക് എന്നുള്ള രീതിയിൽ മേലേക്ക് ഗുരുക്കന്മാരെ സ്മരിച്ചുകൊണ്ടുള്ളത് മുഖത്തിന് മുന്നിലായിട്ട് ഭൂമി വന്ദനം തുടങ്ങിയിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇദ്ദേഹം വിളിക്കുന്നത്. ഞാൻ മനസ്സിൽ വിചാരിച്ചു തുടങ്ങണം. അപ്പൊ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിയാണ്ട് എന്നിലേക്ക് വരുന്നുണ്ട്. അതെങ്ങനെ വരുന്നു എന്ന് എനിക്കറിയില്ല. വരുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, എല്ലാം നല്ലതിനാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാല്ലേ. എനിക്ക് നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ട്, അതെനിക്കറിയാം. എല്ലാവരും ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പം ഞാൻ അമ്മയോ എന്തെങ്കിലും സംസാരിക്കാൻ, ടീച്ചറോ എന്തെങ്കിലും സംസാരിച്ചതിന് ശേഷം അവര് ഒന്ന് എനിക്ക് ചിന്തിയെ വിദ്യാലയ പഠനങ്ങളെ പറ്റിയിട്ട് എന്താണെന്ന് വെച്ചാൽ കയ്യിലെ കാലിലെ ചലനം, ബോഡിയുടെ ചലനം, കൂടെയുള്ള കണ്ണുകളുടെ ചലനം എല്ലാം ഒരുമിച്ച് വന്നാലേ അതിൻ്റെ പെർഫെക്ഷൻ ഉണ്ടാവുന്നത് എല്ലാവർക്കും അറിയാം. അപ്പം അതെല്ലാം ഒരുമിച്ച് വരണമെങ്കിൽ എത്രമാത്രം നമ്മൾ കഷ്ടപ്പെടുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൊച്ചുകുട്ടികളൊന്നുമല്ലല്ലോ, ചെറിയ പിള്ളേർക്ക് വരെ ഇൻട്രസ്റ്റോടുകൂടി ഇപ്പം നമ്മുടെ നാട്ടിൽ പിള്ളേരൊക്കെ നല്ല മുന്തിക്കുള്ള നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നന്നായിട്ട് ക്ഷമയോടുകൂടി പഠിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോഴേക്കും എനിക്കൊരു ഐറ്റം പഠിക്കണം എന്ന് പറഞ്ഞ് വരുന്നവർ ഇത് ഈ നൃത്ത കലയെപ്പറ്റി യാതൊരു വിവരമില്ലാത്തവരാണ്. നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പാട്ട് ക്ലാസ് തുടങ്ങിയിട്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പാട്ട് ക്ലാസ് വേണം. അതെന്താ ഇപ്പോഴും സരിഗമേ, ഈ സരിഗമ അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ മനസ്സിലാക്കി, അതിൻ്റെ താളങ്ങൾ മനസ്സിലാക്കി, അത് അതിൻ്റെ കറക്റ്റായിട്ട് ആ രൂപത്തിൽ പോയാലേ ആ സരിഗമ കഴിയുള്ളൂ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി. സരിഗമ കഴിയില്ല, അങ്ങനെയായിട്ട് നല്ല സരിഗമയുണ്ടാവും അല്ലേ. അപ്പം അത് നമ്മൾ ആ കലാരൂപത്തിനെ പറ്റി നല്ലപോലെ മനസ്സിലാക്കിയിട്ട് പഠിച്ചു പോകണം എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ക്ഷമയോടുകൂടി പഠിക്കുക. പിന്നെ പണത്തിന് വില കൊടുക്കാതെ കലാരൂപത്തിനാണ് വേണ്ടത്. അത് നമ്മുടെ എല്ലാവർക്കും നൃത്തകലയാണെങ്കിലും സംഗീതമാണെങ്കിലും എന്ത് കലാരൂപമാണെങ്കിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അല്ലേ. എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒന്നുമില്ല. ആഗ്രഹത്തോടു കൂടി വന്ന് പലരും പഠിക്കും. പക്ഷെ നമുക്ക് കാണും പറയാം എനിക്കതൊന്നും പറ്റില്ല. എത്ര ആഗ്രഹം ഉണ്ടായിരുന്നാലും കാര്യമില്ല. അതിനെ കുറച്ചൊക്കെ ദൈവാധീനം വേണം. ഇത് ഈശ്വരീയമാണ് കലാരൂപം. ഈശ്വരീയം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടാവും. നിങ്ങൾക്കറിയാം നടരാജനെയാണ്, നാട്യദേവതയാണ് അല്ലേ, നൃത്തദേവതമാരാണ് ശ്രീപാർവതി പരമേശ്വരന്മാർ. അവരുടെ അനുഗ്രഹമില്ലാണ്ട് നൃത്തകല പറഞ്ഞില്ല, നമുക്ക് പറ്റില്ല. എത്ര നമ്മൾ തലകൂട്ടി ശ്രമിച്ചാലും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഇത്തിരി കാണിച്ചിട്ട് എന്തോ എന്നിട്ട് ആ മാഷ് മോശമായിട്ട് ആ ടീച്ചർ മോശം കൊണ്ട് കാര്യമില്ല, നമ്മളാ മോശം. അത് മനസ്സിലാക്കി അതുകൊണ്ട് ഏത് കലാരൂപം പഠിക്കുമ്പോഴും അതിൻ്റെ ആ ആഴത്തിലേക്ക് ചെല്ലണം. അതാണ് വേണ്ടത്. ആദ്യത്തിനെ ഫ്ലോട്ട് ചെയ്ത് പഠിച്ചാൽ പോരാ, അതിൻ്റെ ആഴത്തിലേക്ക് ചെല്ലണം. അതിനെപ്പറ്റി നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ കലാരൂപം നിങ്ങൾ വിസ്താരം പഠിച്ചെടുക്കാൻ. അതിന് മനോഹരമായി നിങ്ങൾ അവതരിപ്പിക്കാൻ നിങ്ങളെ കൊണ്ടാവുന്നത് വിധത്തിൽ നിങ്ങൾ ശ്രമിക്കുക. കൂടെ വിളിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഒരു വർഷം കൊണ്ട് എനിക്ക് സ്റ്റേറ്റ് അംഗീകാരം നടത്തണമെന്ന് വിചാരിച്ചുകൊണ്ട് ആരും പഠിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വർഷം കൊണ്ടൊന്നും പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല ഈ കലാരൂപം. ഞങ്ങളൊക്കെ ഞാൻ എൻ്റെ പ്രായത്തിൽ ഞാൻ ഏത് പ്രായത്തിലാണ് പഠിക്കാൻ തുടങ്ങിയതെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. കാരണം എൻ്റെ അച്ഛനമ്മമാർ ഒരാളപ്പുറത്ത് കഥകളി എടുക്കുമ്പോൾ ഒരാളിപ്പുറത്ത് മോഹിനിയായിട്ട് എടുക്കും. ഏതോ ഒരു പ്രായത്തിൽ ഞാൻ അവരുടെ അമ്മയുടെ ക്ലാസ്സിൽ കണ്ടു കയറിയിരുന്നു. മനസ്സിലായി? കുറേ ഏത് പ്രായത്തിലാണെന്നും എനിക്കറിയുന്നത്. പക്ഷെ 4 വയസ്സായപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ നമുക്ക് എൻ്റെ കുട്ടികളുടെ കൂടെ അരങ്ങേറ്റം നടത്തണം. അങ്ങനെയാണ് ഞാൻ 4ാമത്തെ വയസ്സിലാക്കിയത് അരങ്ങേറ്റം നടത്തുന്നത്. അതിനെന്തുകൊണ്ടാണ് ഡെയിലി ഇത് കണ്ട് അത് മനസ്സിലേക്കാക്കി. പിന്നെ അവരുടെ പാരമ്പര്യം അതുകൊണ്ടൊക്കെയാണ് എനിക്കതിന് സാധിച്ചത്. ഇപ്പോഴത്തെ വയസ്സ് 81 കഴിഞ്ഞു. ഇപ്പോഴും ഞാനിപ്പോഴും ഒരു എന്താ പറയുക സ്റ്റുഡൻ്റാണ്. മലയാളത്തിൻ്റെ ഏത് കലാരൂപത്തിൻ്റെ ഇപ്പോൾ ഞാനെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞ ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നേ. കാരണം ഞാൻ പറയും ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് കൂടി കാണുമ്പോൾ അതിൽ നിന്നും പലതും എനിക്ക് എടുക്കാനുണ്ട്. ഇത്രയും പ്രായത്തിൽ പോലും എനിക്കതാ തോന്നുന്നു. പലതും എനിക്ക്
അപ്പം നമുക്കത് സ്വീകരിക്കാം. ഇത് നമുക്ക് എപ്പോഴും തോന്നുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഞാൻ പെർഫെക്റ്റ് അല്ല, എനിക്ക് നല്ലോണം അറിയാം, ഞാൻ കംപ്ലീറ്റ് അല്ല. ഒരാൾക്ക് ഒരാളുടെ ഞാനൊരു 6-7 വർഷത്തോളമായിട്ട് ഇപ്പോൾ കറന്റ് ചെന്നൈയിലാണ് കുച്ചിപ്പുടി പഠിക്കുന്നത് ശ്രീ ജെ കിഷോർ മുസ്ലിം, ഡോക്ടർ പത്മാവതി മുസ്ലിം എന്നിവ വളരെ പ്രശസ്തരായിട്ടുള്ള കുച്ചിപ്പുടി ദമ്പതികളാണ്. അവർ ചെന്നൈയിലും പുറത്ത് റഷ്യയിലാകട്ടെ US-ലാകട്ടെ ഇന്ത്യ ഒട്ടാകെ അവർക്ക് സ്റ്റുഡൻസ് ഉള്ള ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് അവർ വരുന്നത്. ടീച്ചർ പറഞ്ഞ പോലെ ഭൂഷൺ ഒരു ഡോക്ടർ ഡെപ്യൂട്ടി ചീഫ് സെക്രട്ടറിയുടെ സ്ഥാപനമായിരുന്നു കുച്ചിപ്പുടി ആർട്ട് അക്കാഡമി എന്ന് പറയുന്നത്. നമുക്ക് ഒരുപക്ഷെ മോഹിനിയാട്ടത്തിന് കലാമണ്ഡലം എന്നതുപോലെ കുച്ചിപ്പുടിക്ക് അന്ന് ചെന്നൈയിൽ ഗവൺമെൻറ് അംഗീകാരത്തോടുകൂടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. കുച്ചിപ്പുടിയുടെ നിലനിൽപ്പിന് വേണ്ടി അതിൻ്റെ ഫർദറായിട്ട് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി മാസ്റ്റർ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് കുച്ചിപ്പുടി ആർട്ട് അക്കാഡമി. അവിടെ 18 കൊല്ലത്തോളം അധ്യാപകനായിരുന്നു നിന്നത്. അവിടെ നിന്ന് പഠിച്ചിറങ്ങിയതാണ് അദ്ദേഹം. ടീച്ചർ പറഞ്ഞ പോലെ ഒരു കുച്ചിപ്പുടിക്ക് ഒരു നിലനിൽപ്പില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കുച്ചിപ്പുടി എന്നത് ആദ്യമായിട്ട് തന്നെ പേര് തന്നെ എല്ലാവർക്കും കൺഫ്യൂഷനാണ്. കുച്ചിപ്പുടിയാണോ കുച്ചിപ്പുടിയാണോ, പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടുന്നതാണ്. ശരിക്കും ഇത് കൂച്ചിപ്പൂടിയാണ്. കൂച്ചി എന്നാൽ ചെറുത്, പൂടി എന്ന് പറഞ്ഞാൽ ഗ്രാമം. അപ്പോൾ ഇതൊരു സ്ഥലമാണ്. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ എന്നുള്ള ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഒരു ചെറിയൊരു ഗ്രാമം. അവിടെ ഈ ആർട്ട് ഫോം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 16-ാം നൂറ്റാണ്ടിലൊക്കെ ഈ ദേവദാസികൾ എന്നുള്ളൊരു കമ്മ്യൂണിറ്റിയിലായിരുന്നല്ലോ എല്ലാ നൃത്തരൂപങ്ങളും കൈകാര്യം ചെയ്തത്. അപ്പം ഇങ്ങനെ ഇരിക്കെ അവർ പല രാജാക്കന്മാരുടെ കീഴിൽ അത് വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെട്ടു പോകുന്നതും അതിൻ്റെ കലാമൂല്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ ആണ് സിദ്ധേന്ദ്ര യോഗി എന്നുള്ള മഹാനായ ഒരു സന്യാസിയായിരുന്നു അദ്ദേഹം. ഇതിൻ്റെ ഒരു പരിതാവസ്ഥ കണ്ട അദ്ദേഹമാണ് ആ നാട്ടിലുള്ള ആ അഗ്രഹാരത്തിലുള്ള ബ്രാഹ്മണ ബാലന്മാരെ ഇത് പഠിപ്പിക്കുകയാണ് കലാരൂപം. അങ്ങനെയാണ് ഇവിടെ ഒരു കുച്ചിപ്പുടി എന്നുള്ള ഒരു നാട്യമേള അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം എഴുതുന്ന ഒരു കൃതിയാണ്, ഒരു സാഹിത്യ കൃതിയാണ് കലാപം. നമ്മുടെ ഇപ്പോൾ കഥകളിയിൽ ആട്ടക്കഥ എന്ന് പറയും, അല്ലെങ്കിൽ സിനിമയിൽ അതിനെ തിരക്കഥ എന്ന് പറയും. അതുപോലെ നമുക്ക് കുച്ചിപ്പുടിയിലെ സാഹിത്യത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് കലാപം. അതിന് പ്രത്യേകം ഒരു സ്ട്രക്ചർ ഒക്കെ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എന്തായാലും സിദ്ധേന്ദ്ര യോഗി ആദ്യം ഒരു കലാപമുണ്ട്, ഭാമാകലാപം. ഇതിൽ 3 ക്യാരക്ടേഴ്സാണ് ഉള്ളത്. സത്യഭാമയുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, പിന്നെ ഒരു സഖി, ഒരു മാധവി മാധവ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡറാണ്. അത് സത്യഭാമയുടെ അടുത്ത് വരുമ്പോൾ അതൊരു സ്ത്രീ, കൃഷ്ണന്റെ അടുത്ത് പോകുമ്പോൾ അതൊരു പുരുഷനുമാവുന്ന ഇങ്ങനെ ഒരു കലാപം എന്നൊരു സ്ട്രക്ചർ കൊണ്ടുവന്നു. ഇത് അദ്ദേഹം ഈ ബ്രാഹ്മണ ബാലന്മാരെ പഠിപ്പിച്ച് ആ നാട് മൊത്തം ഇതൊരു ബാലെ തന്നെയാണ്, ഇതൊരു നൃത്തമായി തുടങ്ങിയതല്ലേ. ഇപ്പൊ ഭരതനാട്യം അല്ലെങ്കിൽ മോഹിനിയാട്ടം ഒക്കെ ഒരു നൃത്ത സമ്പ്രദായത്തിൽ നിന്ന് വന്നതാണ്. കുച്ചിപ്പുടി അങ്ങനെയല്ല, കഥകളി പോലെ ഒരു നാട്യമേളയിൽ നിന്ന് വന്നതാണ്. ഇത് പിന്നീട് 20-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലുമാണ് അത് ഉരുത്തിരിഞ്ഞതൊരു നൃത്ത വേളയായി മാറി വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ വളരെ പോപ്പുലർ ആവുന്നു. പിന്നീട് പല കലാപങ്ങൾ വരുന്നു, അതിനുശേഷം യക്ഷഗാനങ്ങൾ വരുന്നു. അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഭാഗുരുനാഥനായ ശ്രീരംഗടി ചിന്നസിൻ്റെ മാസ്റ്റർ ഇങ്ങനെ പോയാൽ പോരാ, ഈ കലയ്ക്ക് ഇതിനോളം മൂല്യമുണ്ട്. ഭരതനാട്യവും കഥക്കും ഒഡീസിയും പോലെയൊക്കെ അതേ തട്ടിൽ വെക്കാൻ പറ്റുന്ന കാമ്പുള്ള ഒരു കലയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ചെന്നൈയിലേക്ക് നടന്ന്, കൃഷ്ണ ഡിസ്ട്രിക്റ്റിൽ നിന്ന് നടന്നു വരികയാണ് ചെന്നൈയിലേക്ക്. അങ്ങനെ അദ്ദേഹം ചെന്നൈയിൽ വരുന്നു. ആദ്യം കുറേ കാലം അദ്ദേഹം കുറച്ച് സിനിമകളിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് കണ്ട പല സിനിമകളിലെയൊക്കെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് മാസ്റ്ററാണ്. അതിൽ നിന്നാണ് പിന്നീടാണ് മാസ്റ്ററിൻ്റെ അവിടെ ഒരു ചെന്നൈയിൽ ഒരു ഉറപ്പ് വന്നപ്പോഴാണ് അദ്ദേഹം സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നത്. അങ്ങനെ പിന്നീട് അത് കുച്ചിപ്പുടി ആർട്ട് അക്കാഡമിയായി മാറും. അപ്പം മാസ്റ്ററിൻ്റെ ഇപ്പോൾ കല്യാണിക്കുട്ടിയമ്മ എങ്ങനെയാണ്, കല്യാണിക്കുട്ടിയമ്മ ടീച്ചർ എങ്ങനെയാണോ മോഹിനിയാട്ടത്തിന് ഒരു പെഡഗോജി, ഇങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്, ഇതിൻ്റെ അടവുകൾ ഇങ്ങനെയാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്, ഇതിനെ ആദ്യം ഇന്നത് പഠിക്കണം, പിന്നീട് ഇന്ന അടവുകൾ എന്നതുപോലെ ഓൾറെഡി അവിടെ കുച്ചിപ്പുടിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ തള്ളേണ്ടതിനെ തള്ളി നാട്യശാസ്ത്രത്തിനെ ആധാരമായി പഠിച്ചിട്ട് അതിൽ നിന്ന് എലമെന്റ്സ് എടുത്തിട്ടാണ് മാസ്റ്റർ ഒരു കാറ്റഗറി ഓഫ് അഡോളിസ് മാസ്റ്റർ അവിടെ ഉണ്ടാകുകയാണ്. അപ്പോൾ മറ്റുള്ള കലാരൂപത്തിൽ നിന്നും കുച്ചിപ്പുടിക്കുള്ള ഒരു പ്രശ്നം എന്നല്ല, തുടക്കക്കാരെ സംബന്ധിച്ചൊരു പ്രശ്നമാണ്. നമ്മുടെ ബേസിക്സ് കുറച്ചധികം വരുന്നതാണ്. ഇപ്പം കുറച്ച് അടവുകൾ, ഇപ്പോൾ തട്ടടവുകളോ നാട്ടടവുകളോ ഒരു 5-6 വിധത്തിലുള്ള അടവുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അലാരിക്കുള്ള ആദ്യത്തെ ഇനത്തിലേക്ക് നമുക്ക് ഭരതനാട്യത്തിൽ പോകാം. പക്ഷെ കുച്ചിപ്പുടിക്ക് കുറച്ചുകൂടെ അതായത് സന്ദർഭം അവിടെ, അല്ലെങ്കിൽ അതിന് ക്യാരക്ടർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ രീതിയിലേക്ക് അടവിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളിപ്പം ഫസ്റ്റ് ഹാഫിൽ പഠിച്ച പല അടവുകളും നിങ്ങൾ ഒരൈറ്റം എടുത്തു നോക്കിയാലും അതിലൊന്നിലും കാണില്ല. അപ്പോൾ പലപ്പോഴും ചോദിക്കുന്നതാണ് ഇത് എന്തിനാണ് ഇത് പഠിക്കുന്നത്, ഇതില്ലല്ലോ. പക്ഷെ ആ അടവ് പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെർട്ടൺ ബോഡി കൈനറ്റിക് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആ അടവിൽ, അല്ലെങ്കിൽ ഒരു സെർട്ടൺ ടെക്നീക്ക് ഉണ്ട്. ആ ടെക്നീക്കിനെ നമ്മൾ പിന്നീട് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ
ചില ഐറ്റംസ് പഠിക്കുമ്പോൾ പറയും ഈ സ്റ്റെപ്പ് നമ്മൾ അടവുകളിൽ പഠിച്ചിട്ടില്ല, ജതികൾ കണ്ടില്ല, ഇത് കംപ്ലീറ്റ്ലി ഒരു ന്യൂ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ടെക്നിക്ക് എവിടെയെങ്കിലും ഫസ്റ്റ് ഹാഫിൽ പഠിച്ചതാണ്, അല്ലെങ്കിൽ സ്റ്റെപ്സിലോ ജതികളിലോ പഠിച്ചതാണ്. അപ്പോൾ മാസ്റ്റർ അങ്ങനെയാണ് ചിന്തിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു ബോഡി കൈനറ്റിക്സിനെ പഠിപ്പിക്കുക, പിന്നീട് അതിനെ നമ്മളെ എങ്ങനെ ആ സന്ദർഭോചിതമായിട്ട് ആ എവിടെ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് ആ അടവിനെ മാറ്റി ഒരു അവിടെ ആ സന്ദർഭത്തിന് അവിടെ യോജിച്ച രീതിയിൽ വെക്കുക എന്നുള്ളതാണ്. അപ്പം ടീച്ചർ പറഞ്ഞ പോലെ വളരെ ക്ഷമയോടുകൂടി വളരെ സ്വീകാര്യതയോടുകൂടി ഇത് പഠിക്കുക. 6 മാസത്തോളം നമുക്ക് അത് തന്നെയായിരിക്കും, വേറെ നിവൃത്തിയില്ല. അപ്പം അത് ആ വൃത്തിയായിട്ട് അടവുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ഗുണം നിങ്ങൾ കാണാൻ പോകുന്നത് ബ്രഹ്മചരി ജലസ്വരം തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഗുണം മനസ്സിലാവുന്നത്. അപ്പം ഈ പഠിക്കുന്ന സമയം വളരെയധികം എന്താണ് ആ ബോഡിയെ ഓരോ കലാരൂപത്തിലും അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ബോഡിയാണ്. ഇപ്പൊ മോഹിനിയാട്ടത്തിന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ടെക്നിക്കല്ല ഭരതനാട്യത്തിൽ, അതിൽ നിന്ന് വ്യത്യസ്തമാണ് കുച്ചിപ്പുടി, അതിൽ നിന്ന് കഥകളി വരണം. അപ്പം ഓരോ ശരീരഭാഷയാണ്. അപ്പൊ ആ ശരീരഭാഷ നമ്മൾ എങ്ങനെ പഠിച്ചെടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കലാരൂപങ്ങളുടെയും ബേസിക്സിലാണ് അതിന്റെ. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ബേസിക്സ് ടീച്ചർ ഇപ്പം പറഞ്ഞു എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും ബേസിക്സ് ഒരിക്കലും ഇപ്പൊ 6 മാസം പഠിച്ചു എന്നാൽ ഇനി മുതൽ ഐറ്റംസ് ചെയ്യാം അങ്ങനെയല്ല. ബേസിക്സ് എപ്പോഴും നമ്മൾ ചെയ്തു വരേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴും അതിനെ ഇങ്ങനെ നീക്കിക്കൊണ്ടേയിരിക്കണം. ബേസിക്സിലാണ് ഇതിന്റെ ട്രൂ എസൻസ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ അത് ബേസിക്സ് പഠനം അതുകൊണ്ട് തന്നെ എവിടെ തുടങ്ങുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കിപ്പോൾ ഏറ്റവും സിദ്ധിച്ചൊരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുച്ചിപ്പുടിയിൽ ജീവനുള്ളവർക്ക് ദി ബെസ്റ്റ് എന്ന് ഞാൻ കരുതുന്നവരാണ് എൻ്റെ ഗുരുക്കരായ ശ്രീ ജയകേശ്വർ മസ്ലിഗിൻ്റെയും പത്മാവതി മസ്ലിഗിൻ്റെയും ഇവർ രണ്ടുപേരും. അപ്പോൾ അവരുടെ അടുത്ത് പോയി എനിക്ക് എക്സ്റ്റെൻസീവ്ലി ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ചെന്നൈയിൽ പോയി പഠിക്കുകയായിരുന്നു. കൊറോണ കാലഘട്ടത്തിലാണ് ഞാനത് തുടങ്ങിയത്. അതിന് മുമ്പ് വരെ നാട്ടിൽ പഠിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി പഠിക്കുക എന്നുള്ളത് ഞാൻ ഒത്തിരി അധികം കുറച്ച് ബുദ്ധിമുട്ടി തന്നെ പഠിച്ചെടുത്ത കലയാണ്. ഞാൻ അതിൻ്റെ കൂടെ തന്നെ കോളേജും MSc ഇപ്പോൾ ഞാൻ PhD ചെയ്യാണ്. ഇത് എനിക്ക് രണ്ടും വിട്ടുകളയാൻ തോന്നില്ല. അക്കാഡമിക്സിലാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഇത് രണ്ടും പലരും പറയും ഇത് അത് ഒന്നിനെ സൈഡാക്കുക എന്നുള്ളൊരു പരിപാടി എന്നെ സംബന്ധിച്ചൊരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് കുറേ അധികം പിള്ളേരുണ്ടാവണമെന്നോ ഇവിടെ വലിയൊരു മേളയാക്കി വളർത്തണമെന്നോ അല്ലെങ്കിൽ ഭയങ്കര പെർഫോം ചെയ്തൊരു സ്കൂൾ ഓഫ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് ആക്കണമെന്നല്ല. കല പഠിക്കാൻ ആഗ്രഹമുള്ളവർ 10 പേരാണെങ്കിൽ 10 പേര് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഇതിന്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കാൻ വരുന്ന ഒരു 5 പേരാണെങ്കിൽ എന്നുള്ളതാണ് എൻ്റെ. അപ്പോൾ ഈ ആർട്ട് ഫോം ഇപ്പോൾ കുച്ചിപ്പുടി കേരളത്തിൽ കുച്ചിപ്പുടിയുടെ അവസ്ഥ കുറച്ച് പ്രശ്നമാണ്. നമ്മളിപ്പം എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പം കലോത്സവം എന്നുള്ളൊരു ഇത് വന്നതുകൊണ്ട് തന്നെ അതിനെ 10 മിനിറ്റിൽ എന്തൊക്കെയോ ആക്കി മാറ്റുക. ഒരു തരംഗത്തിനെ എങ്ങനെയൊക്കെയോ വളച്ചൊടിച്ച് 10 മിനിറ്റിലാക്കാൻ. അപ്പം ഒരു ട്രഡീഷണൽ ആയിട്ടൊരു തരംഗം ചെയ്യാൻ നമുക്ക് എങ്ങനെ ഒരു 25-30 മിനിറ്റ് വേണം. ഈ 25-30 മിനിറ്റിൽ ചെയ്യുന്ന സാധനത്തിനെയാണ് കലോത്സവത്തിന് വേണ്ടി ഇടിച്ച് ചളിക്ക് ഒരു 10 മിനിറ്റിലാക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കലയെ മൂല്യം അർപ്പിക്കുന്നവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ കലോത്സവത്തിന്റെ ട്രെൻഡിൽ പോകുന്നതുകൊണ്ട് തന്നെ കല പഠിക്കുക എന്നുള്ളതല്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊക്കെ ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാകുന്നു. ശരിക്കും ഒരു കോയിൻസിഡൻസും കൂടിയാണ്. കാര്യം കല്യാണിക്കുട്ടിയമ്മ ടീച്ചറിന്റെ ഒരു പാരമ്പര്യം ഇവിടെ തുടർന്ന് പോയി, പെൺകുട്ടി മാസ്റ്ററിന്റെ ഒരു പാരമ്പര്യം പോയി. രണ്ടുപേരും അവരുടെ ആ കാലത്ത് ആ കലയ്ക്ക് വേണ്ടി വളരെയധികം പ്രയത്നിച്ച 2 പേരാണ്. അവരുടെ പ്രയത്നം കൊണ്ട് മാത്രമാണ് ഈ 2 കലകൾ ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളൊരു സത്യമാണ്. അപ്പം അങ്ങനെ ഉള്ള 2 പാരമ്പര്യങ്ങൾ ഇവിടെ നിന്ന് സമഞ്ജസമായി സമ്മേളിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. വളരെ സന്തോഷം. വലത്തെ കാലം നമ്മൾ തട്ടുന്നതിനൊപ്പം ഇടത്തെ കാലം നമ്മൾ പൊക്കുക, തൂക്കി വെക്കുക. ഈ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ വലത്തെ ഹിപ്പിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം.